5 വർഷം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് പാലുൽപാദനത്തിൽ സ്വാശ്രയത്വം നേടും. സ്വാശ്രയ പാലുൽപാദന പഞ്ചായത്ത് നേരത്തിന് തുടങ്ങാം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇത് ഫോർവേഡ് ലിങ്കേജ് ഒരു വിഷയമല്ല. കാരണം മേൽമയുണ്ട്, പാൽ സൊസൈറ്റി ഉണ്ട് അല്ലേ, പഞ്ചായത്തിലല്ലേ പാൽ സൊസൈറ്റികളുണ്ട്. അപ്പോൾ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ ആ പാൽ വിൽക്കാനുള്ള പ്രശ്നം, ഇതിനാണ് ഫോർവേഡ് ലിങ്കേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ലിങ്കേജ് വളരെ ക്ലിയർ ആണ്. മിക്കവാറും കേരളത്തിലെ എല്ലാ ഗ്രാമത്തിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ബാക്ക്വേർഡ് ലിങ്കേജ് വരുമ്പോഴാണ് പലർക്കും അത് പണം മുടക്കാൻ കഴിവുണ്ടാവില്ല, തൊഴുത്തു വയ്ക്കാൻ കഴിവുണ്ടാവില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ബാക്ക്വേർഡ് ലിങ്കേജ് വരും. പശുവിനെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇവിടെയാണ് സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുക. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതിന് ലോൺ കൊടുക്കുക, പലിശ സാധാരണ നിലയ്ക്ക് നിയമത്തിനനുസരിച്ച് പലിശ കൊടുത്ത് ആ പഞ്ചായത്തിലെ പരമാവധി വീടുകളിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറ്റാവുന്ന വീടുകളിൽ, ഇവിടെയൊക്കെ കൊടകരയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കദളിപ്പഴം ഇല്ലാത്ത, കദളി വാഴ ഇല്ലാത്തൊരു വീടുണ്ടെങ്കിൽ അവർക്കൊരു മോശം തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവരൊക്കെ എന്നോട് വെച്ചിട്ട് മാഷെ ഒരു വാഴക്കെന്തെങ്കിലും തരണം തോന്നും. എന്തിനീ ഒരു വാഴക്കെന്ന്? അല്ല, എൻ്റെ പറമ്പിലും ഒരു കദളി വാഴ ഉണ്ട് എന്ന് പറയുന്നത് സംസ്കാരമാണ്. കൃഷി സംസ്കാരമാണ്, കൃഷി കച്ചവടമല്ല. ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കച്ചവടം മാർക്കറ്റാണ്. എപ്പോഴും കച്ചവടത്തിന് വേണ്ടി കൃഷി ചെയ്യുക. കൃഷി സാമൂഹിക യുക്തിയിൽ വേണ്ടതാണ്, കൃഷി കമ്പോള യുക്തിയിൽ വേണ്ടതല്ല. കമ്പോള യുക്തിയിൽ കൃഷി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പാലായാലും കമ്പോള യുക്തിയിലല്ല, അത് സസ്റ്റൈനബിൾ ആവണമെങ്കിൽ സാമൂഹിക യുക്തിയിൽ ചെന്ന് ചെയ്യണം. അങ്ങനെ എത്ര പാല് ഉൽപ്പാദിപ്പിച്ചാലും അതിനാവശ്യമുള്ള ഇൻപുട്ട് സൊസൈറ്റികൾ വഴിക്കോ ബാങ്ക് വഴിക്കോ പഞ്ചായത്ത് വഴിക്കോ നൽകി കഴിഞ്ഞാൽ അത് മാത്രം പോരാ. സസ്റ്റൈനബിൾ ആവണമെങ്കിൽ അതിനാവശ്യമുള്ള ഭക്ഷണം വേണം, പുല്ല് വേണം, പുല്ല് വയ്ക്കണം, ചാണം വിൽക്കാനുള്ള സംവിധാനം വേണം. അപ്പം അതിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്തൊക്കെ നോക്കി അതെല്ലാം വിൽക്കാനുള്ള എല്ലാം മറ്റെന്താണ് പിന്നെ ഫോർവേഡ് ലിങ്കേജ് കൂടി ഒരുക്കിയിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമായ പാല് ഉൽപ്പാദിപ്പിച്ചാൽ തീർച്ചയായും അത് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മാതൃകയാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയാൽ കേരളം പാലിൽ സർപ്ലസ് ആവും. പാലുൽപാദനത്തിൽ കേരളം സർപ്ലസ്. കേരളത്തിന് വേണമെങ്കിൽ കയറ്റും, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി കഴിയും, ഏത് മാർക്കറ്റ് വേണമെങ്കിൽ കഴിയും. അത് വേണോ വേണ്ടേ എന്നുള്ള വേറൊരു ചോദ്യം. പക്ഷേ അതുപോലും സാധ്യതയുണ്ട്. ഡൊമസ്റ്റിക് ഡിമാൻഡ് അത്ര വളരെയുണ്ട്. ഈ പദ്ധതിയിൽ വളരെ സിമ്പിളാണ് നടത്താൻ. നേരത്തെ പറഞ്ഞ ഞാൻ തോറിയൊക്കെ പറഞ്ഞ ഡൊമസ്റ്റിക് ഡിമാൻഡ് അതിൻ്റെ ഒരു എക്സ്ട്രീം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എളുപ്പമുള്ള കാര്യം. പക്ഷേ ഇത്